സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 11ആയി. അഭിജിത്ത് മുഴക്കുന്ന ആശങ്കയേറ്റുകയാണ് പുതിയ അമീബിക് മസ്തിഷ്ക ജ്വരബാധ, അല്ലേ? അരുൺകുമാർ, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. കാരണം അടിക്കടി ഇങ്ങനെ രോഗബാധ സ്ഥിരീകരിക്കുന്നു. അപ്പോഴും അതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തൊരു പ്രശ്നമൊക്കെയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗലക്ഷണങ്ങളോടെ ഈ 10 വയസ്സുകാരൻ ചികിത്സയിലായിരുന്നു. ഇന്നലെ സ്രവ പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മലപ്പുറം സ്വദേശിയാണ് ഈ 10 വയസ്സുകാരൻ. എവിടെ നിന്നാണ് രോഗബാധ ഉണ്ടായത്, അതിൻ്റെ ഉറവിടം ഏതാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട മറ്റു പരിശോധനകൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഊർജിതമായി തുടരുകയും ചെയ്യുന്നുണ്ട്. 11 പേരിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ചികിത്സയിലുണ്ട്. അതിൽ കോരങ്ങാട് മരിച്ച 9 വയസ്സുകാരിയുടെ സഹോദരൻ ഉൾപ്പെടെയുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപ് 24 മണിക്കൂറിനിടയിൽ 2 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് അല്പം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിലിപ്പോൾ ഈ രോഗബാധയുമായി ചികിത്സയിലുള്ള 11 പേരുടെ ആരോഗ്യനില അത്ര ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്നത്. ഏതായാലും ആരോഗ്യവകുപ്പ് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം തന്നെ പ്രതിരോധ നടപടികളൊക്കെ ഊർജിതമാക്കി നടത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലാണ് 2 ദിവസം അടുപ്പിച്ച് സംസ്ഥാനത്തെ കിണറുകളിലെല്ലാം ക്ലോറിനേഷൻ നടത്തിയത്. മറ്റ് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഊർജിതമായി തുടരുന്നുണ്ട്. അതിനിടയിലാണ് വീണ്ടും പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺകുമാർ, താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ആശങ്കയേറുകയാണ് ഇപ്പോൾ. ഇന്ന് ഈ അമീബിക് മസ്തിഷ്ക ജ്വരബാധ കൂടി സ്ഥിരീകരിച്ചതോടെ 11 പേരായിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഉത്രാട ദിനമാണ്. നല്ല ഉത്രാടപ്പാച്ചിലിന്റെ ഒരുക്കത്തിലാണ് എന്നത് പ്രേക്ഷകർ അറിയാം. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, വീട്ടിലെത്തിയിരിക്കുന്ന കുറുമ്പന്മാർ തൊട്ടടുത്ത് കെട്ടിക്കിടക്കുന്ന കുളത്തിലോ തടാകത്തിലോ ഒക്കെ പോയി കുളിക്കാനുള്ള സാധ്യതയുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കേസുകൾ ഏറിക്കൊണ്ടിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാലിന്യമുള്ള കുളത്തിലോ തടാകത്തിലോ ഒന്നും പോയി ഈ കുഞ്ഞുങ്ങൾ മുങ്ങാങ്കുഴിയിട്ട് കുളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അമീബിക് മസ്തിഷ്ക ജ്വരം അത്യധികം മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒന്നാണ്, മരണനിരക്കുള്ള ഒന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം കുറുമ്പന്മാരെ. അപ്പോൾ